പാലക്കാട് പോളിംഗ് മന്ദഗതിയിൽ 12 മണിവരെ 27.52% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഗ്രാമപ്രദേശങ്ങളിലെ ബൂത്തുകളിൽ പോളിംഗ് ഉയരുമ്പോൾ നഗരങ്ങളിൽ താരതമ്യേന കുറവാണ്. തൊണ്ടി മുതൽ കേസിൽ മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജുവിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. കേസിൽ തുടർ നടപടിയാകാമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ആന്റണി രാജു വിചാരണ നേരിടണമെന്നും 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. ആന്റണി രാജു അടക്കം പ്രതികൾ അടുത്ത മാസം 20-ന് വിചാരണ കോടതിയിൽ ഹാജരാകണമെന്നും ഉത്തരവുണ്ട്. പാലക്കാടിന്റെ മണ്ണും മനസ്സും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമെന്ന് ഷാഫി പറമ്പിൽ MP. നല്ല ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കും. പാലക്കാടിലേത് കേരളം ആഗ്രഹിക്കുന്ന വിധിയാകും. നിയമസഭയ്ക്കകത്തും പുറത്തും ഉറച്ച ശബ്ദമായി മാറാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കും. LDF-ന് നല്ലത് ബൂമറാങ് ചിഹ്നമായിരുന്നുവെന്നും സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പരിഹസിച്ച് ഷാഫി പറഞ്ഞു. സന്ദീപ് വാര്യരെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വിശേഷിപ്പിച്ചിരുന്നുവെന്ന ആക്ഷേപം തള്ളി CPM നേതാവ് AK ബാലൻ രംഗത്ത്. വിഷലിപ്തമായ കാര്യങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ പറഞ്ഞ ആളാണ് സന്ദീപ്. അറേബ്യയിലെ എല്ലാ സുഗന്ധദ്രവ്യം കൊണ്ടും അതില്ലാതാക്കാൻ കഴിയില്ല. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞത് സരിനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു. അത് സന്ദീപ് വാര്യരെ ഉദ്ദേശിച്ചായിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി.